ലെവിൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ ചേലക്കരയിലെ പോരാട്ടം അത് പല കാരണങ്ങൾ കൊണ്ടും പ്രസക്തമാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു ഇത്തവണ ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പായിരുന്നു. ഈ നേരത്തെ സംബന്ധിച്ച് ഈ 2021 വെച്ച് നോക്കുകയാണെങ്കിൽ കെ രാധാകൃഷ്ണനേക്കാൾ അദ്ദേഹം നേടിയ അത്രയും വോട്ട് നേടാൻ UR പ്രദീപിന് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി 2016 സ്വന്തം നില മെച്ചപ്പെടുത്തി പുതിയൊരു റെക്കോർഡ് തീർത്താണ് അദ്ദേഹം വിജയത്തിലേക്ക് വന്നിരിക്കുന്നത്. രമ്യ ഹരിദാസ് ആണെങ്കിൽ 6 മാസം മുൻപ് കിട്ടിയ വോട്ടിൽ നിന്നും കുറഞ്ഞിരിക്കുന്നു. 3000-ഓളം വോട്ട് കുറഞ്ഞിരിക്കുന്നു രമ്യ ഹരിദാസിന്. അതേസമയം BJP സ്ഥാനാർത്ഥി ചേലക്കരയിൽ നമ്മൾ തുടക്കം മുതൽ BJPയെ 3-ാം സ്ഥാനത്ത് തന്നെ നിർത്തിയിരുന്നതാണ്. പക്ഷേ BJP സ്ഥാനാർത്ഥി വലിയ രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ചേലക്കര മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത്? സേതുലക്ഷ്മി, മുന്നണികളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥിയുടെ വിജയമെന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും LDF വലിയ വിജയം അവകാശപ്പെട്ടിരുന്നെങ്കിലും അതിൻ്റെ അണിയറകളിൽ നിന്നുള്ള അടക്കം പറച്ചിലുകൾ അടക്കം നമുക്ക് വ്യക്തമായിരുന്നു. വലിയൊരു ഭൂരിപക്ഷത്തിൽ ആ സ്ഥാനാർത്ഥി ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക LDF ക്യാമ്പിലുണ്ടായിരുന്നു. വിജയിക്കുമെന്നവർക്ക് ഉറപ്പായിരുന്നു, പക്ഷേ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. 10,221 വോട്ട് എന്നുള്ളതൊരു ചേലക്കരയുടെ ചരിത്രം പരിശോധിച്ചാൽ വലിയ ഭൂരിപക്ഷമല്ല. എങ്കിൽ പോലും ഇത്തവണ നടന്ന മത്സരം, ആദ്യ ഉപതെരഞ്ഞെടുപ്പ്, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. നേരത്തെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതാണ്. പക്ഷേ അത്രയും കടുത്ത പോരാട്ടം നടന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയും ഒരു മാർജിനിൽ ജയിക്കാനാകുമെന്ന് LDF പ്രതീക്ഷിച്ചതല്ല. അതുമാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം കൃത്യമായി വോട്ടായി മാറുമെന്ന് കണക്കുകൂട്ടപ്പെട്ട ഒരു മണ്ഡലമാണ് ചേലക്കര. അതനുസരിച്ചുകൊണ്ടുള്ള വർക്കുകളെല്ലാം മറ്റു മുന്നണികൾ LDFനെ അപേക്ഷിച്ച് മണ്ഡലത്തിലെത്തി നടത്തുകയും ചെയ്തു. PV അൻവർ മുതൽ VD സതീശൻ വരെയുള്ള പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ പ്രധാനമായും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ നിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. പക്ഷേ ഇതൊന്നും ചേലക്കരയിൽ ഏശിയില്ല എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. UR പ്രദീപിൻ്റെ വിജയം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 177 ബൂത്തുകളിൽ, വിരലിലെണ്ണാവുന്ന ബൂത്തുകളിൽ മാത്രമാണ് പ്രദീപ് ഒരുപക്ഷെ പിന്നിൽ പോയിട്ടുണ്ടാവുക. പക്ഷേ റൗണ്ട് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മുഴുവൻ റൗണ്ടുകളിലും ഒന്നിടവിടാതെ UR പ്രദീപ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി മികച്ച ലീഡുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് തുടക്കം മുതൽ അവസാന വോട്ടെണ്ണുന്നത് വരെ കാണാനായത്. ഇതിനൊരു അപവാദമായി പറയാനുള്ളത്, പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരുവില്ലാമല പഞ്ചായത്തിൽ BJP രണ്ടാമതെത്തി എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് മൂന്നാമതാണ്. മുള്ളൂർക്കരയിൽ 536 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി UDFന് ഒന്നാമതെത്താനായി. ഈ ഒരു രണ്ട് കണക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ LDFനെ യാതൊരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന പ്രചാരണങ്ങളോ അല്ലെങ്കിൽ മറ്റു മുന്നണികൾ നടത്തിയ പ്രവർത്തനങ്ങളോ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറയാൻ. കാരണം രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥി അല്പസമയങ്ങൾക്ക് മുൻപ് ഒരു പ്രതികരണം നടത്തിയെങ്കിലും 39,400 വോട്ട് എന്നുള്ള നിലയിൽ നിന്നും 12,201 വോട്ട്, 1/3 ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായി എന്ന്, അത് തൻ്റെ നേട്ടമാണെന്നും പാർട്ടിയുടെ നേട്ടമാണെന്നും ഒക്കെ രമ്യ ഹരിദാസ് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു കണക്കുകൾ പരിശോധിച്ചാൽ, ഈ ഉപതെരഞ്ഞെടുപ്പിന് പിന്നിലുള്ള സംഘടനാപരമായിട്ടുള്ള ഇടപെടലുകൾ പരിശോധിച്ചാൽ, കോൺഗ്രസ് നടത്തിയ വർക്കുകളൊക്കെ പരിശോധിച്ചാൽ, മറ്റ് മുന്നണികൾ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് ഉറപ്പായും മനസ്സിലാക്കാൻ പറ്റും, മികച്ച മാർജിനിൽ തന്നെയുള്ള ഒരു മത്സരമായിരുന്നു ഇവിടെ നടന്നത്. മികച്ച മാർജിനിൽ തന്നെയുള്ള ഒരു വിജയമായിരുന്നു. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ലവലേശം ഏശിയില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്ക് ഒരു ചെറിയ കണക്കുകൾ, ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ വെച്ച് നമുക്കൊന്ന് കണക്കുകൾ പറഞ്ഞു പോകാം. 12,201 വോട്ടാണ് LDF സ്ഥാനാർത്ഥിയുടെ വിജയം. 64,827 വോട്ടാണ് UR പ്രദീപ് മണ്ഡലത്തിൽ നിന്ന് നേടിയത്. BJP സ്ഥാനാർത്ഥി 33,609 വോട്ട്. BJPയെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ സമീപകാല തെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും വലിയ വോട്ട് വർധനവുണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ്. 10,000-ലധികം വോട്ട് അവർക്ക് അധികം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നടക്കം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നടക്കം സമാഹരിക്കാനായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും കാര്യമായ വോട്ട് വർധനവുണ്ടാക്കാൻ 28,000-ൽ പരം 28,405 വോട്ടായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 33,609 വോട്ടാക്കി മാറ്റാൻ BJPക്കായി, വലിയ വോട്ട് വർധനവുണ്ടാക്കാനായി. നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയിലേക്ക് വരാൻ നേരത്ത് 52,626 വോട്ടാണ് രമ്യ ഹരിദാസ് നേടിയെടുത്തത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന രമ്യയ്ക്ക് 5,100-ലേറെ വോട്ടിൻ്റെ
പിന്നിലാണ് ഈ ചേലക്കര ലഭിച്ചത്. പക്ഷേ ഇത്തവണ അത് വരാൻ നേരത്ത് 12,000-ലേക്ക് എത്തുന്നു. BJPയെയും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് അത് ആ കണക്കുകൾ ക്ഷീണമാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. മറ്റൊരു കാര്യം, ഈ NK സുധീറിൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. NK സുധീർ കാര്യമായ വോട്ടുകളൊന്നും നേടിയെടുക്കില്ല എന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും നമ്മളൊരു കണക്ക് അനുമാനിച്ചിരുന്നു. അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഖ്യ NK സുധീറിന് നേടിയെടുക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ PV അൻവറിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 3920 വോട്ടുകൾ. കൃത്യമായി നമുക്കറിയാമോ വോട്ടുകൾ ഏത് വിഭാഗത്തിൽ നിന്നുമുള്ളതാണ്, അല്ലെങ്കിൽ ഏത് മേഖലകളിൽ നിന്ന് വരുന്ന വോട്ടുകളാണ് എന്ന് നമുക്കറിയാം. 3920 വോട്ടുകൾ NK സുധീറിന് നേടിയെടുക്കാനായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റുള്ളത് 1000-ന് മുകളിൽ നോട്ടയ്ക്ക് മുകളിൽ വോട്ടുകളുണ്ട്. ആ നോട്ടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെയൊക്കെ ഒരു പ്രതീതി ആ വോട്ടുകൾ കണക്കുകൾ, നോട്ടയുടെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹരിദാസൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി 170 വോട്ട് നേടി. ഹരിദാസൻ CPM-കാരനാണ്. LDF സ്ഥാനാർത്ഥിയെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വയം സന്നദ്ധനായി സ്ഥാനാർത്ഥിയായ ആളാണ്. KB ലിൻഡേഷ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി 240 വോട്ട് നേടി. ഇതാണ് മണ്ഡലത്തിൻ്റെ ഒരു കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. ഇനി പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. LDF സ്ഥാനാർത്ഥി വരവൂർ പഞ്ചായത്തിലാണ് വോട്ടെണ്ണി തുടങ്ങിയത്. 1 മുതൽ 13 വരെയുള്ള ബൂത്തുകളിലാണ് വരവൂർ പഞ്ചായത്ത്. വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ എന്നിങ്ങനെയാണ് ആ വോട്ടെണ്ണലിൻ്റെ ഒരു ക്രമം എന്നുള്ളത്. ഈ വരവൂർ അടക്കം പാഞ്ഞാൾ വരെയുള്ള 4 പഞ്ചായത്തുകളും LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ LDF സ്ഥാനാർത്ഥിക്ക് വരവൂർ പഞ്ചായത്തിൽ 1158 വോട്ടിൻ്റെ ലീഡാണ് നേടാനായത്. ദേശമംഗലത്ത് 1840 വോട്ടിൻ്റെ ലീഡ്. അതേപോലെ ചെറുതുരുത്തി പഞ്ചായത്തിലാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവുക. 2275 വോട്ട് ലീഡാണ് LDF സ്ഥാനാർത്ഥിക്ക് ചെറുതുരുത്തി അല്ലെങ്കിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചത്. പാഞ്ഞാൾ പഞ്ചായത്തിൽ 2148 വോട്ടിൻ്റെ ലീഡ് ലഭിച്ചു. ഇങ്ങനെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച മാർജിനിൽ നേടിയെടുത്ത ഭൂരിപക്ഷമാണ് LDF സ്ഥാനാർത്ഥിക്ക് മുതൽക്കൂട്ടായത്. ഈ കണക്കുകൾ വിട്ട് UDFിനും BJPക്കും ഒക്കെ സ്വാധീനമുള്ള മറ്റു ചില പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോഴും LDFിന് വലിയ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചേലക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ലീഡ് നേടിയ പഞ്ചായത്താണ്. അവിടെ 936 വോട്ടിൻ്റെ ലീഡ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു. തിരുവില്ലാമല പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ 944 വോട്ടിൻ്റെ ലീഡ് ലഭിക്കുന്നു. തിരുവില്ലാമല പഞ്ചായത്ത് കോൺഗ്രസ് ഭരണം നടത്തുന്നതാണ്. BJP സ്ഥാനാർത്ഥിയുടെ സ്വന്തം സ്ഥലമാണ്. അവിടെയാണ് BJP സ്ഥാനാർത്ഥി രണ്ടാമതെത്തുന്നത്. ആ കണക്ക് എന്തായാലും ഒന്ന് പ്രത്യേകമായി പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. 6497 വോട്ടാണ് LDF സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന് 5566 വോട്ടുമായി രണ്ടാമതുണ്ട്. UDF അവിടെ മൂന്നാമത് പോകുന്നു എന്നുള്ളതാണ്. ഭരണം ലഭിച്ചതും തിരുവില്ലാമല പഞ്ചായത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയതുമായ ഒരു പഞ്ചായത്തിൽ 944 വോട്ടിൻ്റെ ലീഡിൽ പിന്നിൽ പോകുന്നു UDF എന്നുള്ളതും പറയേണ്ടതാണ്. UDFിനെ സംബന്ധിച്ച് നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞ ഏക പഞ്ചായത്ത് എന്നുള്ളത് മുള്ളൂർക്കരയാണ്. 133 മുതൽ 147 വരെയുള്ള ബൂത്തുകൾ മുള്ളൂർക്കരയിലാണ്. അവിടെ LDF സ്ഥാനാർത്ഥി 4612 വോട്ട് നേടിയപ്പോൾ NDA സ്ഥാനാർത്ഥി 2412 വോട്ടുകൾ നേടി. UDF സ്ഥാനാർത്ഥി നേടിയത് 5148 വോട്ടാണ്. അവിടെ 536 വോട്ടിൻ്റെ ലീഡാണ് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. UDFിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണെന്ന് കരുതിയിരുന്ന പഴയന്നൂരിൽ LDF സ്ഥാനാർത്ഥിക്ക് 851 വോട്ടിൻ്റെ ലീഡാണ് ഉണ്ടായത്. 9884 വോട്ട് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് നേടിയപ്പോൾ K ബാലകൃഷ്ണൻ 5489 വോട്ടും രമ്യ ഹരിദാസ് 933 വോട്ടുകളുമായി ആണ് ഇങ്ങനെ പ്രകടനം നടത്തിയത്. ഏതായാലും ഈ കണക്കുകളൊക്കെ പരിശോധിക്കാൻ നേരത്ത് നമുക്ക് വ്യക്തമാകുന്നത് കൃത്യമായൊരു മേൽക്കോയ്മ ഈ തെരഞ്ഞെടുപ്പിൽ LDFിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റു മുന്നണികളുടെ നേട്ടം അല്ലെങ്കിൽ അവർ നടത്തിയ പ്രകടനം ചെറുതല്ല എന്നും പറയാൻ കഴിയും. തീർച്ചയായും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. ഒരു കണക്ക് കൂടെ പറഞ്ഞു പോകാം അവസാനമായി. ബൂത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റൗണ്ട് അടിസ്ഥാനത്തിൽ 13 റൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു റൗണ്ടിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. 1890 വോട്ടുമായി ഫസ്റ്റ് റൗണ്ടിൽ തന്നെ UR പ്രദീപ് മുന്നിലെത്തി. 1891 വോട്ട് അടുത്ത റൗണ്ടിൽ നേടി. മൂന്നാം റൗണ്ടിൽ 2053 വോട്ട് ലീഡ് ഉണ്ടാക്കാൻ LDF സ്ഥാനാർത്ഥിക്കായി. നാലാം റൗണ്ടിൽ 1764. ഈ 4 റൗണ്ടുകൾ, അതായത് LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകൾ കഴിഞ്ഞാൽ പിന്നീട് ഒരു നേരിയ തോതിലുള്ള കുറവ് LDF സ്ഥാനാർത്ഥിയുടെ ലീഡിലുണ്ടാകുന്നു. 5-ാം റൗണ്ടിൽ 969, 6-ാം റൗണ്ടിൽ 450, 7-ാം റൗണ്ടിൽ 264, 8-ാമത് വീണ്ടും മുന്നോട്ട് വരുന്നു 1010 വോട്ടിൻ്റെ ലീഡ്. 9-ാമത് 664 വോട്ട്. 10-ാം റൗണ്ടിൽ 981 വോട്ട്. 11-ാം റൗണ്ടിൽ ഈ തിരുവില്ലാമലയടക്കം അല്ലെങ്കിൽ മുള്ളൂർക്കരയടക്കം എണ്ണിയ ആ സമയങ്ങളിൽ 574 വോട്ടായി മാത്രമായി ഭൂരിപക്ഷം നേരിയ തോതിലാണെങ്കിലും ചുരുങ്ങുന്നു സ്ഥാനാർത്ഥിക്ക്. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് 705 വോട്ടാണ് 12-ാം റൗണ്ടിൽ
LDF സ്ഥാനാർത്ഥി നേടിയത്. അതായത് വിജയം ഉറപ്പിച്ചു, അതിനുശേഷവും ലീഡ് നിലയിൽ കാര്യമായ മുന്നോട്ട് പോക്ക് ഉണ്ടാക്കാൻ LDF സ്ഥാനാർത്ഥിക്കായി എന്നുള്ളതാണ് 13ാമത്തെ റൗണ്ടിൽ പഴയന്നൂരും തിരുവില്ലാമലയുടെ ചില പ്രദേശങ്ങളും അടക്കം എണ്ണിയ 13ാമത്തെ റൗണ്ടിൽ 58 വോട്ടിൻ്റെ ലീഡ് നേടി വിജയം ഉറപ്പിക്കാനും സ്ഥാനാർത്ഥിക്കായി. പോസ്റ്റൽ വോട്ടുകളുടെ കണക്കെടുത്താൽ 468 പോസ്റ്റൽ വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. അവിടെയും 79 വോട്ടിൻ്റെ ലീഡ് നേടാൻ UR പ്രദീപിനായി. ഏതായാലും രാഷ്ട്രീയമായ ഒരു പോരാട്ടമായി തന്നെയാണ് രമ്യ ഹരിദാസും കെ ബാലകൃഷ്ണനും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയത്. അത് രാഷ്ട്രീയപരമായ മത്സരമായിരുന്നു, രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടുള്ള പോരാട്ടമായിരുന്നു. അവിടെ മികച്ച നിലയിൽ പ്രകടനം നടത്താൻ UDF BJP സ്ഥാനാർത്ഥികൾക്കായി എന്നുള്ളതാണ് അവർ തന്നെ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ വികസനം പറഞ്ഞ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ LDF സർക്കാർ കഴിഞ്ഞ 28 വർഷമായി കഴിഞ്ഞ കാലങ്ങളായി നടപ്പാക്കിയ LDF ജനപ്രതിനിധികൾ കഴിഞ്ഞ 28 വർഷമായി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരർത്ഥമുണ്ടായിരിക്കുന്നു, ജനങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് UR പ്രദീപ് സ്ഥാനാർത്ഥിയായി പ്രതികരണം നടത്തിയത്. ഏതായാലും